PM ശ്രീ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയായോ എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അത് കാണാം. PMC എന്തെങ്കിലും ചർച്ചകളുണ്ടായോ? ശ്രീത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, തൽക്കാലത്തേക്കെങ്കിലും വിവാദം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്നാണ് ഈ കത്തയക്കാൻ വൈകുന്നു എന്നുള്ളത് CPI ചൊടിപ്പിച്ചത്. അതിൻ്റെ എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ കത്തയക്കുന്ന നടപടിയും ഉണ്ടായി. ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ CPIക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതിനുള്ള ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിയെയും ശ്രീത്ത്. ശ്രീജിത്ത്, PMC പദ്ധതി മരവിപ്പിക്കുന്നതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കണമെന്നത് ഒത്തുതീർപ്പിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു. ഈ വ്യവസ്ഥ പാലിക്കുന്നതിൽ കാലതാമസമുണ്ടായതിലും CPIക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഈ അതൃപ്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIയുടെ മന്ത്രിമാർ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടി ഉണ്ടായത്. അതായത് 13 ദിവസം കഴിഞ്ഞാണ് തീരുമാനമെടുത്ത് 13 ദിവസം കഴിഞ്ഞാണ് കത്തയക്കുന്ന നടപടി ഉണ്ടായത്. ഇതിനു ശേഷം ഇതിനു മുമ്പും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചില പ്രതികരണങ്ങളിലും CPIഎമ്മിന് അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തിയോടുള്ള പ്രതിഷേധം, ആ അതൃപ്തിയുടെ ബഹിർസ്ഫുരണമാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമായത്. ഇടതുപക്ഷ രാഷ്ട്രീയം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് തങ്ങൾക്ക് പഠിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് CPIക്കുള്ള കൃത്യമായ ശിവൻകുട്ടിയുടെ മറുപടിയാണ്. മാത്രമല്ല, സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായല്ല മന്ത്രി വി ശിവൻകുട്ടി ഈ പ്രതികരണം നടത്തിയത്. അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന വിവരങ്ങൾ വായിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായത്. അപ്പോൾ CPIഎമ്മിൻ്റെ സർക്കാരിൻ്റെ ഒരു കൃത്യമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ശിവൻകുട്ടി പ്രതികരിച്ചതെന്ന് വ്യക്തമാണ്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയ ഘട്ടത്തിൽ കടുത്ത പ്രതികരണങ്ങൾക്കും കടുത്ത മറുപടി നൽകാനും ഉള്ള ത്രാണി CPIക്ക് ഈ ഘട്ടത്തിലില്ല. കാരണം CPIഎമ്മിന് സഹായമില്ലാതെ ഒരു വാർഡുകളിലും പല സീറ്റുകളിലും ജയിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും CPI പ്രകോപിതരാകില്ല എന്ന മറുപടിയിലേക്ക് ബിനോയ് വിശ്വം ചുരുങ്ങിയത്. എങ്കിൽ പോലും CPI വി ശിവൻകുട്ടിയെ ഇടതുപക്ഷ രാഷ്ട്രീയം PMCയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പഠിപ്പിക്കാൻ താൻ ആളല്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഇത് പറയരുത്, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തരുതെന്ന രാഷ്ട്രീയ ബോധ്യം തനിക്കുണ്ടെന്ന് പറയുമ്പോൾ ആ ബോധ്യം ശിവൻകുട്ടിക്കില്ല എന്ന പരോക്ഷമായ വിമർശനം കൂടിയാണ് ബിനോയ് വിശ്വം നൽകുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിലും ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI പോര് അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ശരി, ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് CPIക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിയത്. അതിന് പിന്നാലെ ബിനോയ് വിശ്വം മറുപടിയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.